എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ അറിയുവാനുള്ള 3 വഴികളെക്കുറിച്ചാണ്. യേശു പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ നടുവിൽ ആരുണ്ട്? യേശുവുണ്ട്. നമ്മുടെ കൂടിവരവിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ കൂടിവരവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ വലിയ പാട്ടുപാടി നമ്മൾ കർത്താവിനെ ആരാധിച്ചു, ഇതൊന്നുമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മുടെ കൂടിവരവിൻ്റെ പ്രാധാന്യം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സഭയെ സഭയാക്കുന്നത് എന്താണ്? വലിയ കെട്ടിടമാണോ? അല്ല. ഒരു സഭയെ സഭയാക്കുന്നത് ഒരുപാട് ജനം വന്നുകൂടുന്നു എന്നുള്ളതാണോ? അല്ല. പിന്നെ എന്താണ് സഭയെ സഭയാക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു സഭയെ സഭയാക്കുന്നത്. പഴയ നിയമകാലത്ത് ദൈവം വസിച്ചിരുന്ന ദൈവിക സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലം ഏതാണ്? നിയമപെട്ടകം അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന നിയമപെട്ടകത്തിൻ്റെ മേലുള്ള കൃപാസനത്തിൽ കെരൂബുകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചത്. നിയമപെട്ടകം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു തെളിവായിരുന്നു. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അവർ പലപ്പോഴും പെട്ടകം കൊണ്ടുപോയിട്ടുണ്ട്. യഹോവയുടെ സാന്നിധ്യം അവരുടെ നടുവിൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെയാണ് അവർ യോർദാൻ കടക്കുന്ന സമയത്ത് അവർ മുൻപിൽ നിയമപെട്ടകം പുരോഹിതന്മാർ തോളിൽ വഹിച്ചു കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ നിയമപെട്ടകം കാണിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണെന്നാ പറഞ്ഞേ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതാണ് നമ്മുടെ കൂടിവരവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചറിയണ്ടേ? ദൈവ സാന്നിധ്യം വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ദൈവ സാന്നിധ്യം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ദൈവ സാന്നിധ്യം സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. എങ്ങനെ തിരിച്ചറിയും? റോമാലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം 1-ാമത്തെ തെളിവ്. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ 1-ാമത്തെ തെളിവ് അവിടെ ദൈവഭയം ഇല്ല. അവിടെ വായിക്കുകയാണ്, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാക്കിയുടെ പുസ്തകം. മലാക്കിയുടെ പുസ്തകം എഴുതി അവസാനത്തെ കുത്തിട്ടു കർത്താവ്. കുത്തിട്ടതിന് ശേഷം പിന്നീട് 400 വർഷക്കാലം ദൈവം മനുഷ്യനോട് സംസാരിച്ചില്ല. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഈ 400 വർഷക്കാലം ഈ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇല്ലാതെ പോയി. ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ നടുവിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ദൈവം അവരോട് സംസാരിച്ചു. പിന്നീട് സ്നാപയോനാനാണ് പരിശുദ്ധാത്മാവിനാൽ ആദ്യമായിട്ട് പിന്നീട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നത്. എന്താ അല്ലേ? സ്നാപയോനാൻ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. താൻ പ്രസംഗിച്ചു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്, അവൻ കളം വെടിപ്പാക്കി പതിരുവാരി തീരിടുന്ന ദിവസം വരും, അതുകൊണ്ട് ഇപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചോളാൻ പ്രസംഗിച്ചത്. ഇതിനിടയ്ക്ക് 400 വർഷക്കാലം സൈലന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം
അവരുടെ നടുവിൽ നിന്ന് പോയി. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ നിങ്ങൾ എവിടെ പരിശോധിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവഭയം വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടോ അവിടെ ദൈവഭയം ഉണ്ടായിട്ടുണ്ട്. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ യഹോവയെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ എൻ്റെ കണ്ണ് ഇപ്പോൾ അവനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യേശയ്യാവ് ഒരിക്കൽ കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം കണ്ടു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യേശയ്യാവ് കണ്ടു. സറാബുകൾ ചുറ്റും നിന്ന് രണ്ടുകൊണ്ട് മുഖം മറച്ചു, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നത് അവൻ കണ്ടു. അവൻ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം കണ്ട യേശയ്യാവ് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരമുള്ളവൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവഭയം കാണും. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ ആ വ്യക്തിക്ക് പിന്നെ ദൈവഭയമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു കുടുംബത്തിൽ നിന്ന് മാറിപ്പോയാൽ ആ കുടുംബത്തിൽ പിന്നെ ദൈവഭയം ഇല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സഭയുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോയാൽ ആ സഭയിൽ പിന്നെ ദൈവഭയം ഇല്ല. അപ്പൊ ദൈവ സാന്നിധ്യം നീങ്ങിപ്പോയോ എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ദൈവഭയമില്ല. ഇതിന്റെ അനന്തരഫലം എന്നാണെന്നറിയാമോ? ദൈവഭയം ഇല്ലെങ്കിൽ. ദൈവഭയം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവഭയം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവത്തെ ആദരിക്കുന്നില്ല, ദൈവത്തെ ബഹുമാനിക്കാത്ത ഒരു തലമുറ. അവരുടെ പ്രശ്നം, അനന്തരഫലം എന്താണെന്നറിയാമോ? ദൈവഭയം പോയാൽ സംഭവിക്കുന്നത് ഏത് പാപം ചെയ്യുവാനും ഒരു ഭയവുമില്ല. അങ്ങനെ ഒരു പുതിയ തലമുറ. ഈ കാലത്തെ തലമുറ എങ്ങനെയാണ്? ദൈവഭയമില്ലാത്ത തലമുറ. എൻ്റെ പ്രിയരെ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം. വ്യക്തി ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം. കുടുംബ ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം. സഭയുടെ നടുവിൽ നിന്ന് ദൈവ സാന്നിധ്യം നീങ്ങിപ്പോകാം. എന്താ തെളിവ്? അവിടെ ദൈവഭയം ഇല്ല. ഈ നാളുകളിൽ നമ്മളൊരു വീണ്ടുവിചാരത്തിന്, ഒരു പരിശോധനയ്ക്ക് നമ്മളെ തന്നെ ഇടയാക്കണം. എന്നിൽ ദൈവഭയമുണ്ടോ? ദൈവഭയമില്ല എങ്കിൽ അർത്ഥം നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നീങ്ങിപ്പോയി. കർത്താവേ, പ്രാർത്ഥിക്കണം, കർത്താവേ, തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? കർത്താവേ, നീ നിന്റെ സന്നിധിയിൽ എന്നെ ചേർക്കണമേ, നീ എന്നോട് കൂടെ ഇരിക്കണമേ. ഇന്നത്തെ ഈ ആധുനിക തലമുറയ്ക്ക്, ഈ പുതിയ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവഭയമില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ വ്യക്തി ജീവിതത്തിലില്ല. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കുടുംബ ജീവിതത്തിലില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ സഭയിലില്ല. ഒന്നാമത്തെ തെളിവതാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ദൈവഭയം ഇല്ലാതെ. യിരെമ്യാവ് 2-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് എടുത്തേ. നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞു കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പൊ ദൈവം ജനത്തെക്കുറിച്ച് പറയുക എന്താണ്? ഒന്ന്, നിന്റെ വിശ്വാസത്യാഗം, നിന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നു. ഈ പുതിയ തലമുറയോട് പറയുകയാണ്. അതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു? നീ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിച്ചു? നിന്റെ ഹൃദയത്തിൽ ദൈവഭയം. ഒന്ന്, നിന്റെ വിശ്വാസത്യാഗം നിനക്ക് ദണ്ഡനമുണ്ടാക്കി. പിന്നെ ഇവൻ അതുകൊണ്ട് എന്ത് പറ്റി? ഇവൻ്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം വന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കും. ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നേക്കുമായി മാറിപ്പോകും. ദൈവ സാന്നിധ്യം മാറിപ്പോകും. അനന്തരഫലം എന്താ? അതിൻ്റെ അനന്തരഫലമാണ് ദൈവഭയം ഇല്ലാത്ത ഒരു പുതിയ തലമുറ. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ മൗനമായി ഇരിപ്പാനിടയായിത്തീരണം.
ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങ് ദൈവം അടിച്ചു കൊല്ലും, അതൊന്നുമല്ല. ദൈവത്തോടുള്ള ബഹുമാനം എവിടെ? ദൈവത്തോടുള്ള ആദരവ് എവിടെ? നമ്മുടെ ജീവിതത്തിൽ അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയോ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ വ്യക്തി ജീവിതത്തിൽ ഇല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കുടുംബ ജീവിതത്തിൽ ഇല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയിൽ നിന്ന് നീങ്ങിപ്പോയി. രണ്ടാമത്തെ കാര്യം 1 ശമൂവേൽ 16-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ആരെക്കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗൽ. പരിശുദ്ധാത്മാവിനാലാണ് അവനെ അഭിഷേകം ചെയ്തത്. അവിടെയുള്ള ജനത്തിൽ എല്ലാവരെക്കാൾ തോൾ പൊക്കം കൂടിയവനാണവൻ. കോമളരൂപനായിരുന്നു. ദൈവം അവനെ തെരഞ്ഞെടുത്തു, അവനെ അഭിഷേകം ചെയ്തു. എന്നാൽ ഇപ്പൊ പറഞ്ഞ എന്താ? യഹോവ ശൗലിനെ വിട്ട് മാറി. ദൈവത്തിന്റെ സാന്നിധ്യം ശൗലിനെ വിട്ടുമാറി. എന്താ തെളിവ്? അനന്തര ഫലം എന്താ? രണ്ടാമത്, ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയാൽ രണ്ടാമത്തെ തെളിവ്, ആ വ്യക്തികൾക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവനോട് ദൈവം സംസാരിച്ചിട്ടില്ല. വിവേചിക്കുന്ന ആ ദൈവസ്വരമുണ്ടല്ലോ, ദൈവത്തിന്റെ വചനം, സകലത്തെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് പിന്നെ അവന് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ, അനന്യ സബീറ ദമ്പതിമാര് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ കടന്നു വന്നു. പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്കാണോ വിറ്റത്? അല്ലേ? പത്രോസിന് കൃത്യമായിട്ട് വേണേ പറയാമായിരുന്നു, നീ 1,85,050 രൂപ 30 പൈസ നീ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും പറഞ്ഞില്ല. എന്താ പത്രോസ് പറഞ്ഞേ? അവനെ വിവേചിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? വിവേചിക്കുന്ന ഒരു വചനം, ഒരു ശബ്ദം. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ദൈവം നമ്മോട് സംസാരിക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ചൊല്ലി ദൈവം കരഞ്ഞത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവശബ്ദം കേൾക്കാത്ത ഒരു തലമുറ. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് നീങ്ങിപ്പോയി. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ വന്ന് ജനിച്ചതായ സമയത്ത് ആ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ, ഈ മലാക്കിയുടെ ശേഷം 400 വർഷക്കാലം ദൈവം സംസാരിക്കാത്ത കാലം. ആ കാലഘട്ടത്തെ വിളിക്കുന്നത് ഇരുണ്ട കാലഘട്ടം എന്നാണ്, ഡാർക്ക് ഏജ് എന്നാണ് വിളിക്കുന്നത്, ഇരുണ്ട കാലഘട്ടം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്ത കാലഘട്ടത്തെ, അതിനെ ഇരുണ്ട കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ ഉറപ്പിച്ചു, നമ്മൾ ഡാർക്കിലാണ് ഇരിക്കുന്നത്, ഇരുട്ടിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, യേശു ഭൂമിയിൽ വന്ന് ജനിക്കുന്നതായ സമയത്ത് അവിടെ ദൈവസ്വരം കേൾക്കേണ്ട ആളുകൾ ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിൽ കയ്യഫാവ് അവിടുത്തെ മഹാപുരോഹിതനാണ്. അവിടെ ന്യായശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, അവിടെ അനേക പണ്ഡിതന്മാരുണ്ട്. ഇവർക്കാണ് വേദപുസ്തകം വായിച്ച് പരിചയമുള്ളത്. യേശു എപ്പോൾ ജനിക്കും, എവിടെ ജനിക്കുമെന്ന് അവർക്കാണ് അറിയാവുന്നത്, തിരുവെഴുത്തുകൾ വായിച്ച്. എന്നാൽ യേശു ജനിച്ചപ്പോൾ ദൂതൻ വന്ന് അവരോടല്ല പറഞ്ഞത്, അവിടെ അങ്ങ് കിഴക്ക് നിന്ന വിദ്വാൻമാരുണ്ടല്ലോ, അറിവില്ലാത്ത അവരോട് പറഞ്ഞു, എന്താണ്? യഹൂദന്മാരുടെ രാജാവ് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്ന സത്യം. എന്താ കാരണം? കേൾക്കേണ്ടവർ കേൾക്കുവാൻ താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്നാ? യേശു ജനിച്ച സമയത്ത് മഹാപുരോഹിതനുണ്ട്, യെരൂശലേം ദേവാലയമുണ്ട്, ന്യായശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്. പക്ഷേ അവിടെ എന്തില്ല? ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ദേവാലയത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് യേശു ചാട്ടവാറെടുത്ത്, നിങ്ങൾ
എൻ്റെ പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിച്ച് പുറത്താക്കിയത്. കാരണം എന്താ? യേശു വന്നപ്പോഴേക്കും ദൈവസാന്നിധ്യം അവരുടെ നടുവിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവര് എവിടെ യേശു ജനിക്കുമെന്ന് കൃത്യമായി അവർക്കറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നു, ബെത്ലഹേമേ, നീ ചെറിയ പട്ടണമാണെങ്കിലും നീ വലിയ പ്രഭുവാണ്, നിന്നിൽ ആ വരുവാനുള്ള രക്ഷകൻ നിന്നിൽ വരുമെന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. പക്ഷെ യേശു ജനിച്ചപ്പോൾ അവർക്ക് ആ സ്വരം കേൾക്കാൻ കഴിഞ്ഞില്ല. ആ സ്വരം ആട്ടിടയന്മാരോടാണ് പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഇന്ന് ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന കാര്യം. എന്താ അവർക്ക് കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ കഴിയാതെ പോയത്? ദൈവസ്വരം കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ കഴിയാതെ പോയതിന്റെ കാരണം ദൈവ സാന്നിധ്യം അവരുടെ നടുവിൽ നിന്ന് നീങ്ങിപ്പോയി. അപ്പൊ ദൈവ സാന്നിധ്യം നീങ്ങിപ്പോയോ എന്നതിൻ്റെ അറിയാനുള്ള രണ്ടാമത്തെ വഴിയതാ, ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ദൈവജനമേ, സഹോദരിമാരെ, സഹോദരന്മാരെ, ദൈവം നിങ്ങളോട് അവസാനമായി സംസാരിച്ചത് എന്നാണ് ഒന്ന് പറഞ്ഞേ. നിങ്ങളോട് ദൈവം എന്നാണ് അവസാനമായി സംസാരിച്ചത്? നിങ്ങളോട് ദൈവം സംസാരിക്കാറുണ്ടോ? ദൈവം സംസാരിക്കുന്നുണ്ട്. പണ്ട് ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്താ? കേൾക്കുന്നുണ്ടോ ദൈവശബ്ദം? നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ചു, ദൈവ സാന്നിധ്യം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മളെ ഒന്ന് ആത്മപരിശോധന നടത്തണം. നമ്മൾ എന്തിനാ വരുന്നത് സഭയിലേക്ക്? ഞായറാഴ്ച ഇത്ര സമയം, ഇത്ര യാത്ര, എന്തെല്ലാം വ്യയങ്ങളെടുത്താണ് നമ്മൾ വരുന്നത്? ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വന്നേ. യോഹന്നാൻ 16:8 പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എത്ര നാളായി പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് എന്ന് പറയാമോ? പറയണ്ട. നിങ്ങളോട് തന്നെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ വ്യക്തി ജീവിതത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ട് എത്ര കാലമായി? നിങ്ങൾ ദൈവസ്വരം കേട്ടിട്ട് എത്ര കാലമായി? നിങ്ങൾ ദൈവസ്വരം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോ, ദൈവ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോയി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. നമുക്ക് ആലോചന പറഞ്ഞു തരും, ഒരു ഗൈഡൻസ് തരും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ? ഒന്ന്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ, ഒന്ന്, ആ സമൂഹത്തിൽ, ആ വ്യക്തിക്ക്, ആ കുടുംബത്ത് ദൈവഭയം ഇല്ല, നഷ്ടപ്പെട്ടു പോയി. രണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ, കുടുംബത്തിൽ നിന്ന് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് കഴിയില്ല. 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമോ? ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു പറയുകയാണ്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയില്ല. എന്താ യേശു പറഞ്ഞത്? എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുകയില്ല. എന്തോരോ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്താ മറുപടി ഇല്ലാത്തേ? എന്താ ദൈവശക്തി വെളിപ്പെടാത്തേ? പ്രാർത്ഥിച്ചില്ലേ? ഒത്തിരി മടുത്തു പോകാതെ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം പല കാര്യത്തിനും. എന്താ ദൈവശക്തി അവിടെ വെളിപ്പെടാത്തേ? കാരണം എന്താ? ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് മാറിപ്പോയി. യേശു പറയുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ക്രിസ്തു ആകുന്ന ആ വള്ളിയോട് ചേർന്നിരിക്കുന്ന കൊമ്പുകൾക്ക് മാത്രമേ, ആ മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന വിശ്വാസിക്ക് മാത്രമേ, ആ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവന് വേണ്ടി മാത്രമേ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ ചെയ്യുന്നത് ഞാൻ സ്വന്തം എൻ്റെ ശക്തിയിലാണ് ചെയ്യുന്നത്, നമ്മുടെ സ്വയശക്തിയിലാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സഹായം അവിടെയില്ല. അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചു. യേശു പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ദൈവശക്തി ലഭിക്കും. അതോടുകൂടി
എന്നിട്ടാണ് പോകേണ്ടത്. ആദ്യം യെരൂശലേമിലും, പിന്നെ യഹൂദയിലും, പിന്നെ ശമരിയിലും, പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. അപ്പൊ ദൈവശക്തി വെളിപ്പെടുന്നത് എവിടെയാ? ദൈവ സാന്നിധ്യമുള്ളിടത്താണ്. ദൈവ സാന്നിധ്യമില്ലാത്തടത്ത് ദൈവശക്തി വെളിപ്പെടുകയാണ്. ചുമ്മാ പ്രാർത്ഥിക്കാന്നേ ഉള്ളൂ. ദൈവം അത്ഭുതം ചെയ്യില്ല. ദൈവജനമേ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ദൈവ സാന്നിധ്യം വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. ദൈവ സാന്നിധ്യം കുടുംബത്തിൽ നിന്ന് മാറിപ്പോകാം. അശുദ്ധിയുള്ളിടത്ത്, പാപമുള്ളിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുകയില്ല. 3 കാര്യമാണ് നമ്മൾ ചിന്തിച്ചേ. 1, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവ് ആ വ്യക്തിക്ക്, ആ സമൂഹത്തിന് ദൈവഭയം ഇല്ല. 2, ദൈവ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയോ എങ്ങനെ തിരിച്ചറിയാം? അതിൻ്റെ തെളിവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ദൈവം വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ദൈവം സംസാരിക്കില്ല. 3, ദൈവ സാന്നിധ്യം നിങ്ങളുടെ നടുവിൽ നിന്ന് മാറിപ്പോയോ തെളിവ് ദൈവശക്തി നിങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്നുണ്ടോ? രോഗിയായി വന്ന് രോഗിയായി പോകുകയാണോ? തളർന്നവനായി വന്ന് തളർന്നവനായിരിക്കുകയാണോ? ദൈവശക്തി വെളിപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ നിന്ന് മാറിപ്പോയി എന്നതാണ് കാരണം. ദൈവസാന്നിധ്യം എങ്ങനെ മടക്കിക്കൊണ്ടുവരാം? 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവസാന്നിധ്യം എങ്ങനെ മടക്കി കൊണ്ടുവരാം? ദൈവത്തിന്റെ വചനം പറയുക. 1, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. ദൈവസാന്നിധ്യം വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് ദൈവമുഖം അന്വേഷിക്കണം. 2, തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഇരിക്കണം. ഇത് ഇന്നത്തെ തലമുറയിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം അതാ. ദൈവസന്നിധിയിൽ ചെന്ന് തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ഇരിക്കണം. മൗനമായിരിക്കണം. കർത്താവിന് മുമ്പിൽ കരയണം. എത്ര കാലമായി ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞിട്ട് ചെയ്തു പോയ കുറ്റങ്ങളെ ഓർത്ത്, ബലഹീനതകളെ ഓർത്ത്, അബദ്ധങ്ങളെ ഓർത്ത് ഒന്ന് കരഞ്ഞ് ഒന്ന് വാവിട്ട് കരയെ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് തന്നെത്താനൊന്ന് താഴ്ത്തിക്കേ. 1, ദൈവമുഖം അന്വേഷിക്കണം. 2, തന്നെത്താൻ താഴ്ത്തണം. 3, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 4, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അരുതെന്ന് പറയുന്ന ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മടങ്ങി വരുവാൻ ഇടയായിത്തീരും. ദൈവഹിതം അന്വേഷിക്കണം. ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണം. 5, യേശുവിനെ നമ്മുടെ രാജാവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ കർത്താവായി, ഹൃദയങ്ങളുടെ നായകനായി, രാജാവായി സ്വീകരിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ യേശുവാണോ നമ്മളെ നടത്തുന്നത്? യേശു നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവാണോ? യേശുവാണോ നമ്മളെ നയിക്കുന്നത്? അല്ല എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ രാജാവായി വീണ്ടും ഇരുത്തണം. എന്നെ നടത്തണമേ കർത്താവേ, നീ എന്നെ ഗൈഡ് ചെയ്യണമേ, എന്നെ നയിക്കണമേ എന്ന് യേശുവിനോട് പറയണം. രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞാൽ പോരാ, ഇന്ന് യേശുവാണോ നടത്തുന്നതെന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ പറയണം. അങ്ങനെ പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരും. 6 പറയുക, വചനാധിഷ്ഠിതമായി ജീവിക്കണം. 7 പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. ആത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ വേണം. വെളിപ്പാട് പുസ്തകം പറയുന്നതാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് വചനം പറയുന്നത്. ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. നമുക്ക് വ്യക്തിപരമായി കർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കർത്താവിനോട് ചോദ്യര്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അതുകൊണ്ടാണോ എനിക്ക് ദൈവഭയം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായി തീർന്നത്? വ്യക്തിപരമായി ചോദ്യം, ദൈവ സാന്നിധ്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണോ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ എനിക്ക് കഴിയാതെ പോകുന്നത്?
ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണോ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കുടുംബത്ത് വെളിപ്പെടാത്തത്? നമുക്ക് മടങ്ങി വരാം, ദൈവമുഖം അന്വേഷിക്കാം, നമ്മളെ തന്നെ താഴ്ത്താം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം.